യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കൂടുതലൊന്നും ആലോചിക്കാതെ വണ്ടി മുന്നോട്ടെടുക്ക. എനിക്കിവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. വണ്ടി മുന്നോട്ടെടുക്കടാ. സിസ്റ്റർ, ആക്സിഡന്റ് ആയിട്ട് അർജുൻ എന്നൊരാളെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അത് അടിമാലി പോലീസ് കൊണ്ടുവന്ന കേസല്ലേ? അതെ. ഐസിയുല്. സിസ്റ്റർ, അർജുൻ എന്നൊരു പേഷ്യന്റ്. നിങ്ങൾ ആരാ? ഞാൻ എന്റെ മകളുടെ ഭർത്താവാണ് അർജുൻ. ഡോക്ടർ മനോജ് പിള്ളയെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഡോക്ടർ ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ രണ്ടാമത്തെ റൂമാ ഡോക്ടറിന്റേത്. ഓക്കെ. എനിക്കൊന്ന് അർജുനെ കാണാൻ പറ്റുമോ? സോറി, വിസിറ്റേഴ്സ് സമയം കഴിഞ്ഞു. ഡോക്ടറോട് സംസാരിച്ചു നോക്കൂ. സമ്മതിച്ച കയറി കാണാം. മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, ഇരിക്കും. താങ്ക് യു. ഡോക്ടറെ, ഞാൻ അടിമാലി പോലീസ് കൊണ്ടുവന്ന ആ ആക്സിഡന്റ് കേസില്ലേ, അഡ്വക്കേറ്റ് അർജുൻ. ഓ യെസ്. എന്റെ മകളുടെ ഭർത്താവാണ് അർജുൻ. ഓ ഐ സി. സാർ, അർജുൻ എന്തെങ്കിലും? ഡോണ്ട് വറി, അങ്ങനെ പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഓ, പക്ഷേ കുറച്ച് നാൾ കിടക്കേണ്ടി വരും. തലയോട്ടി പൊട്ടിയിട്ടുണ്ടെങ്കിലും കാര്യമായ മുറിവൊന്നുമില്ല. അകത്തേക്ക് ബാധിച്ചിട്ടുമില്ല. കൊണ്ടുവരുമ്പോ ഓർമ്മയില്ലായിരുന്നെങ്കിലും നൗ ഹി ഈസ് കോൺഷ്യസ്. കൈയും കാലുമെല്ലാം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ 1-2 സർജറി നടത്തേണ്ടതായിട്ട് വരും. അത് നാളെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സെഡേഷനിലാണ്. നാളെ രാവിലെ കാണാവുന്നേ ഉള്ളൂ. ഡോക്ടറെ, പേടിക്കാനെന്തെങ്കിലും? ഏയ് ഇല്ല, പേടിക്കാനൊന്നുമില്ലെന്നേ. അയാളും വൈഫും ഉണ്ടായിരുന്നില്ലേ കൂടെ? അതെ, അവരൊരു ട്രിപ്പിന് പോയതാ. എല്ലാം അവളെവിടെയുണ്ടെന്ന് പോലീസിൽ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. അവരെ മറ്റേതെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കും. രാത്രി ഇവിടെ തന്നെ കാണണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കും. ശരി സാർ. എന്നാ ശരി. ഓക്കെ, ശരി. Sorry. It's okay. Sir. എന്താ ഇത്? ഇത് ആക്സിഡന്റ് അല്ല, മനഃപൂർവ്വമുള്ള കൊലപാതക ശ്രമമാണ്. അതെനിക്കറിയാം. അതെല്ലാം നമുക്ക് വിശദമായി അന്വേഷിക്കാം സാർ. ആദ്യം അർജുൻ ഒന്ന് സംസാരിക്കാനാകട്ടെ. ആക്സിഡന്റിന് അന്ന് രാവിലെയും അർജുൻ എന്നെ വിളിച്ച് സംസാരിച്ചായിരുന്നു. വണ്ടിയിൽ നിന്ന് അർജുന്റെ ഫോണിലെ കോൾ ലിസ്റ്റ് നോക്കിയപ്പോ അടിമാലി സ്റ്റേഷൻ പോലീസ് അങ്ങനെയാ എന്നെ കണക്ട് ചെയ്തേ. എന്റെ മോളെ പറ്റി അവരെന്താണ് പറഞ്ഞത് സാർ? താഴെ കൊക്കയിലേക്കാണ് വണ്ടി വീണത്.
പോലീസ് അന്വേഷിച്ച് താഴെ എത്തുമ്പോ വണ്ടിയിൽ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശ്വര, അപ്പോ ഒരുപക്ഷെ ആരെങ്കിലും അതിനു മുമ്പേ തന്നെ പൂജയെ രക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ പിന്നിലും അയാളാണ് സാർ. ആ കമ്മീഷണർ അയാൾ എന്നെ വിളിച്ചിരുന്നു. അയാളാണ് അത് ചെയ്തതെന്ന് പറയുകയും ചെയ്തു. ഓഹോ, ഇത്ര പെട്ടെന്ന് തന്നെ അയാൾ അത് ഏറ്റെടുത്തോ? അയാളാണ് അത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. വർഷങ്ങൾക്ക് മുമ്പ് അയാൾ എനിക്കും കുടുംബത്തിനെതിരെ നടപ്പാക്കിയ അതേ ആക്രമണം തന്നെ ഇപ്പോഴും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനൊരു നീക്കം അയാൾ ചെയ്യുമോന്ന എന്റെ സംശയം. മുമ്പ് അയാൾക്ക് അധികാരമുണ്ടായിരുന്നു. ഇപ്പോ സസ്പെൻഷനിലായിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു നീക്കത്തിന് മുതിരുന്നത് അയാൾക്ക് തന്നെ പ്രശ്നമാകുന്ന ചിന്തിക്കാനുള്ള ശേഷി കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിയലി ഹി ഈസ് മെന്റലി സിക്ക്. അത് ശരിയാണ് സാർ. ഒരു നോർമൽ ആയിട്ടുള്ള ആളിന്റെ സ്വരമായിരുന്നില്ല ഞാൻ ഫോണിലൂടെ കേട്ടത്. എന്റെ മകളുടെ കുടുംബത്തെ നശിപ്പിക്കാൻ എന്തും ചെയ്യുമെന്ന ഭാവമായിരുന്നു അയാൾക്ക്. സാർ, പൂജ ഇവിടെ ഉണ്ടെന്ന് എത്രയും വേഗം കണ്ടെത്തണം. പൂജയെ പറ്റി അയാൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഐ മീൻ, പൂജയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറഞ്ഞിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. മകളുടെ ബോഡി ഉടനെ കണ്ടുകിട്ടുമെന്ന് ഒരു അച്ഛനോട് പറയുമ്പോ ഞാൻ എന്താ സാറേ വിചാരിക്കേണ്ടത്? അപ്പൊ പൂജയെ പറ്റി അയാൾക്കും പിടിയില്ല എന്ന് തന്നെയാണ് അർത്ഥമല്ലേ? എങ്ങും തൊടാതെയുള്ള ഭീഷണിയുടെ കാര്യം അതാണ്. പക്ഷേ പൂജയെ കണ്ടെത്താൻ അയാൾ ശ്രമിക്കും, അത് തീർച്ചയാണ്. അത് അവർക്ക് മുമ്പ് നമുക്ക് പൂജയെ കണ്ടുപിടിക്കണം. സാർ, അവൾക്ക് ഒന്നും സംഭവിക്കില്ല സാർ. അർജുൻ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുമ്പോ അവനെ സ്വീകരിക്കാൻ പൂജ ഉണ്ടായിരിക്കും. സാർ ധൈര്യമായിട്ടിരിക്കെ. നന്ദ, എന്താ വിശേഷം? ആനന്ദേ, എന്താ, എന്തു പറ്റി? ആ കമ്മീഷണർ ഭീഷണിപ്പെടുത്തിയതുപോലെ തന്നെ സംഭവിച്ചു ആനന്ദേ. എന്താ എന്താ ഉണ്ടായത്? അർജുനും പൂജയും സഞ്ചരിച്ചിരുന്ന കാറ് ആക്സിഡന്റിലായി. എപ്പോ? എവിടെ വെച്ച്? പോലീസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അർജുനെ മാത്രമാണ് ആനന്ദേ. പൂജ ഇതുവരെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എന്റെ കൈയും കാലും തളർന്നിട്ട് വയ്യ. എന്റെ മോൾക്ക് എന്തു പറ്റിയെന്ന് ഞാനിനി എവിടെ ചെന്ന് അന്വേഷിക്കുക? പൂജയ്ക്ക് ഒന്നും സംഭവിച്ചു കാണില്ല. കാറിൽ അവളെ കണ്ടില്ലെന്നല്ലേ പോലീസ് പറഞ്ഞത്? അതിനർത്ഥം ആക്സിഡന്റ് നടന്ന സമയത്ത് പൂജ കാറിൽ ഇല്ലെന്നല്ലേ? അവൾ വേറെ എവിടെ പോവാനാണ് ആനന്ദേ? റിസോർട്ടിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് പുറപ്പെട്ടത്. വഴിയിൽ അവള് മാത്രം കാറിൽ നിന്ന് ഇറങ്ങി പോവോ? താൻ വിഷമിക്കാതിരിക്കും, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങാം. തൽക്കാലം വീട്ടിൽ ആരോടും പറയണ്ട. എല്ലാരും പേടിച്ച് പ്രശ്നമാവും. ശരി. എന്നാലും പൂജ കാറിലില്ലെങ്കിൽ പറയച്ചാ, നീ വേഗം ഇങ്ങോട്ട് വാ. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?